വിജയ് ചിത്രമായ ജനനായകൻ ഓൺലൈനിൽ ചോർന്ന സംഭവത്തിൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങി. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് നൽകിയ പരാതിയിലാണ് നടപടി. സെൻസസ് സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുന്ന ദളപതി വിജയ് ചിത്രമായ ജനനായകന്റെ HD പ്രിന്റ് പൈറേറ്റഡ് സൈറ്റുകളിൽ ചോർന്നു. സിനിമയുടെ ടൈറ്റിൽ, ക്രെഡിറ്റുകൾ, ഇൻട്രൊഡക്ഷൻ സീൻ, ക്ലൈമാക്സ് എന്നിവയുൾപ്പെടെയുള്ള ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ചോർന്നത്. ഇതിന് പിന്നാലെയാണ് മുഴുവൻ സിനിമയും ഇത്തരം സൈറ്റുകളിൽ വന്നത്. ചിത്രം ചോർന്നതിന് പിന്നാലെ വിജയ് ആരാധകർ പ്രൊഡക്ഷൻ ഹൌസിനോട് പരാതി ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തുടക്കത്തിൽ നിർമ്മാതാക്കൾ പെട്ടെന്ന് നടപടിയെടുത്തു. എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന ക്ലിപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ താമസിക്കാതെ ചിത്രത്തിന്റെ HD പതിപ്പ് പൈറേറ്റഡ് സൈറ്റുകളിൽ പുറത്തിറങ്ങി. സിനിമയുടെ വിക്കിപീഡിയ പേജിൽ ഉൾപ്പെടെ ചോർന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു URL ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം ലീക്കായ ഭാഗങ്ങളോ ഡൗൺലോഡ് ചെയ്തതോ ഫോർവേഡ് ചെയ്തതോ പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് രംഗത്തെത്തിയിരുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ ഫോറൻസിക് അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ സിവിലായും ക്രിമിനലായുമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നിർമ്മാണ കമ്പനി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ചോർച്ചയ്ക്ക് പിന്നിൽ കേന്ദ്രമന്ത്രി L. മുരുകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനുമാണെന്ന് വിജയിയുടെ പാർട്ടിയായ TVK ആരോപിച്ചു. ജനുവരി 9-നായിരുന്നു ജനനായകൻ തിയേറ്ററിലെത്തേണ്ടിയിരുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് വിസമ്മതിച്ചതോടെ റിലീസ് അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ജനനായകന്റെ സംഭാഷണങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശം. എന്നാൽ ഈ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ CBFCയുടെ റിവൈസിംഗ് കമ്മിറ്റിയുടെ മുൻപാകെയാണ് ചിത്രം. S. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയമണി, മമിത ബൈജു തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.